السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നമ്മൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ സംബന്ധിച്ചും അവിടുത്തെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചും അവിടെ അള്ളാഹു സ്നേഹിച്ചതും ആ നബിയുടെ ഉമ്മത്തിന് കിട്ടിയ മഹത്വങ്ങളും ഒക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയും അയവിറക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സമയമാണല്ലോ. ലോകമെമ്പാടും അതിന് തയ്യാറായി വിശ്വാസികളൊക്കെ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽ മദീന സ്വലാത്ത് മജ്ലിസിലൂടെ എല്ലാ വർഷവും നമ്മൾ ഈ ക്ലാസ് നടത്തലുണ്ട് നിരവധി സമയങ്ങളിൽ. ഇന്നലത്തെ ദിവസം അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണത്താല് ആ നബിയുടെ മഹത്വമാണ്, ഈ ഉമ്മത്തിന് കിട്ടിയ നേട്ടങ്ങൾ, പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നലത്തെ ക്ലാസ്സിൽ അതായിരുന്നു. അതിന്റെ ബാലൻസ് തന്നെയാണ് ഇന്നും പറയുന്നത്. അതിലൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവറാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പവറും നബി സല്ലല്ലാഹു അലൈഹി സ്ഥാനവും ബഹുമാനവും അള്ളാഹു ഇഷ്ടപ്പെട്ട കാരണത്താൽ ഈ ഉമ്മത്തിന് കിട്ടുന്ന നേട്ടങ്ങൾ ആ നബി കാരണത്താൽ, ആ നബിയുടെ ഉമ്മത്തല്ലാത്തവർക്ക് ഈ പറയപ്പെട്ടൊന്നുമില്ല. അവിടെയാണ് ശ്രദ്ധേയമായ വിഷയം. അപ്പൊ എത്ര കണ്ട നബിയെ നമ്മൾ മഹബത്ത് വെക്കണമെന്നും സ്നേഹിക്കണമെന്നും ഇഷ്ടപ്പെടണമെന്നും അനുധാപനം ചെയ്യണമെന്നൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാകാനാണ് ഇങ്ങനെ ഒരു ശൈലി സ്വീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ ഉമ്മത്താണ്. ഉമ്മത്തുകൾ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരായി ഉമ്മത്ത് കഴിഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിലും ആ ഉമ്മത്തുകളിൽ ഏറ്റവും ഉത്തമ ഉമ്മത്താണ് ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ് ആ ഉമ്മത്തിനെ പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നത്, നിയോഗിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ആ ഉമ്മത്തിന്റെ സവിശേഷതകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് എന്ത്? ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന രണ്ടു പേരിൽ ഒരു പേരെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ 2 പേരെടുത്ത് ഈ ഉമ്മത്തിന് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പേരിൽ നിന്നും 2 പേര്, അത് ചില്ലറ ഒരു സംഭവമല്ല. ഇസ്മാനി മിൻ അസ്മാഇല്ലാഹി തആല സുമ്മിയ ബിഹിമാ ഉമ്മത്തീൻ സമ്മാ നഫ്സഹു സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 2 പേരിൽ ഒരു പേര് വെച്ചു കൊടുത്തു. അത് അള്ളാഹുവിന്റെ റസൂല് തന്നെ പറയുകയാണ്. ഉമ്മത്തിന് വെച്ച പേരെന്താ? അള്ളാഹുവിന് വെച്ച പേര് അസ്സലാം എന്നുള്ള പേരാണ് അള്ളാഹു തആല വെച്ചിരിക്കുന്നത്. അതുപോലെ വസമ്മാ ഉമ്മത്തി അൽ മുസ്ലിമീൻ, എന്റെ ഉമ്മത്തിന് അള്ളാഹു തആല മുസ്ലിമീങ്ങൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോ മുസ്ലിമീൻ എന്ന് അള്ളാഹു തആല പേര് വെച്ചു. വസമ്മാ നഫ്സഹു അൽ മുഅ്മിൻ എന്ന് അള്ളാഹു തആലക്ക് അല്ലാഹു തന്നെ പേര് വെച്ചിട്ടുണ്ട്. വസമ്മല്ലാഹു ഉമ്മത്തി അൽ മുഅ്മിനീൻ, എന്റെ ഉമ്മത്തിന് അള്ളാഹു തആല അതിന്റെ ബഹുവചനം മുഅ്മിനീൻ എന്ന് പറഞ്ഞ് അള്ളാഹു തആല പേര് വെച്ചിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പ്രത്യേകിച്ച് ഇതിനു പുറമെ 2 പേര് കൊടുത്തിട്ടുണ്ട്. റഊഫും റഹീം എന്ന് പറയുന്ന പേര്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് റഊഫുർ റഹീം അല്ലാഹുവാണ്. അതേ നിലപാട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെച്ചു കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഊഫാണ്, റഹീമാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണത്. ഇത് ഈ ഉമ്മത്തിന്റെ വലിയ സവിശേഷതയാണ്. അള്ളാഹു ആ നബിക്ക് റബ്ബിന്റെ പ്രത്യേക പേര് വെച്ചു കൊടുക്കുന്നു. അള്ളാന്റെ പേരിൽ നിന്ന് 2 പേര് ഈ ഉമ്മത്തിന് അള്ളാഹു വെച്ചു കൊടുക്കുന്നു. അതാണ് മുസ്ലിം, മുഅ്മിൻ എന്ന് പറയുന്നത്. അള്ളാഹു തആല യഥാർത്ഥ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ വിശദീകരിച്ച് സംസാരിക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതെന്താ? ഈ ഉമ്മത്തിന് 5 കറാമത്തുകൾ നൽകിയിട്ടുണ്ടെന്നാണ്. അല്ലാഹു തആല ഈ ഉമ്മത്തിന് 5 കറാമത്തുകൾ നൽകിയിരിക്കുന്നു, ബഹുമാനങ്ങൾ, ആദരവുകൾ നൽകിയിരിക്കുന്നു. എന്താണത്? അതിലൊന്ന് അവ്വലുഹാ അന്നഹു ഖലഖഹും ളുഅഫാഅ ഹത്താ ലാ യതകബ്ബറു. മുൻകഴിഞ്ഞ ഉമ്മത്തുകളെ അനുസരിച്ച് ഈ ഉമ്മത്ത് വളരെ ലൈഫുകളാണ്, ശക്തി കുറഞ്ഞവരാണ്. ശാരീരികമായി നോക്കുമ്പോഴത്തേനും മുൻകഴിഞ്ഞ വലിയ പന പോലത്തെ
മുഴവുള്ളവരും 400 മുഴവുള്ളവരും അതനുസരിച്ച് ശരീരവും വണ്ണവും വലിപ്പവും ഉള്ളവരൊക്കെ ആയിരുന്നു. അവരനുസരിച്ച് ഇവരൊരു കൊതുവാണെന്ന് പറയാം. ഇത് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത് എന്താണ്? അഹങ്കാരമില്ലാതിരിക്കാൻ. അങ്ങനാണല്ലോ, നമ്മുടെ ഇടയിൽ തന്നെ കുറച്ച് നല്ല ശക്തിയും അജാനുബാഹുവായ ഒരു നല്ല ആരോഗ്യവും നല്ല ശരീരവും വണ്ണവും വലിപ്പവും ഉള്ളവർ മറ്റുള്ളവർ അവരുടെ അഹങ്കാരങ്ങൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ കിബിർ ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു അല്ലാഹു തആല. കിബിർ ഉണ്ടായിപ്പോയാലോ അത് കാരണത്താല നരകത്തിലാണ്. രണ്ടാമത്തത് ഖലഖഹും സിഗാറൻ ഫീ അൻഫുസിഹിം ഹത്താ തകൂന മുനത്തു തആമി വശറാബി വസിയാബി അലൈഹിം അഖല്ല ഫീ നഫ്സിൽ. മുമ്പ് പറഞ്ഞതുപോലെ ഒന്ന് കിബിർ നടുക്കായിരിക്കാൻ, മറ്റൊന്നും അവര് മൊത്തത്തിൽ ചെറിയ ആളുകളാണ്. ഒരു 400 മുഴമുള്ള ആളിന്റെ പള്ള എത്ര ഉണ്ടാവും? അവരുടെ വീട് എത്ര വേണം? അവർക്ക് എത്ര നിലയുള്ള വസ്ത്രം വേണം? അവർ 6 മുഴമുള്ള ആൾക്കോ അതിന്റെ എത്രയോ ചെറുത് മതിയല്ലോ. അപ്പൊ ചിലവ് കുറയ്ക്കുക എന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അത് ഈ ഉമ്മത്തിന് വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. പ്രകൃതിപരമായ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോ ഭക്ഷണത്തിന്റെ ചെലവ് കുറയാനും വെള്ളത്തിന്റെ ചെലവ് കുറയാനും വസ്ത്രത്തിന്റെ ചെലവ് കുറയാനും വേണ്ടി അവരെ അല്ലാഹു തആല മുൻകഴിഞ്ഞ സമുദായത്തേക്ക് അപേക്ഷിച്ചും കൊണ്ട് വളരെ ചെറിയവരാക്കി. ഇത് ഈ ഉമ്മത്തിനോടുത്ത പ്രത്യേകതയാണ്. മൂന്നാമത് മറ്റൊന്നുണ്ട്, ജഅല ഉംറഹും ഖസീറൻ. മറ്റൊന്നാണ് ജഅലഹും ആഖിറൽ ഉമമി ഹത്താ യകൂന ബഖാഅഹും ഫിൽ ഖബ്രി അഖല്ല. ഒരു വല്ലാത്ത വർത്തമാനമാണ്. അതെന്താണ്? ഉമ്മത്തുകളിൽ ഇത്ര ശ്രേഷ്ഠമേറിയ നബിയെ അല്ലാഹു തആല ആദ്യം തന്നെ അങ്ങ് നബിയാക്കി ആ ഉമ്മത്തിനെ അങ്ങനെ ആക്കി അവരെ മുഴുവനും ഒന്ന് റാഹത്താക്കിയിട്ട് പിന്നെ ഈ സ്ഥാനം കുറഞ്ഞ ഉമ്മത്തുകളൊക്കെ കൊണ്ടുവന്നാൽ പോരായിരുന്നു? അങ്ങനൊന്നും ചെയ്യാതെ കണ്ട്, എന്നാൽ അവർ ഇടയിലെങ്കിലും കയറ്റാതെ കണ്ട് ഏറ്റവും അവസാനത്തെ ഉമ്മത്താക്കി. അതെന്തിനാ അങ്ങനെ ആക്കിയത്? അവസാനത്തെ ഉമ്മത്താക്കി എന്നതിന്റെ ബഹുമാനങ്ങൾ മഹാന്മാര് പറയുന്നത് എന്താണ്? ഖബറിൽ അവരുടെ താമസം വളരെ ചുരുങ്ങിക്കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഖബറിലെ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. ഒരു മനുഷ്യന്റെ കൃത്യമായ ബോഡി വെക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്നതാണ് ഖബറു. ആ ഖബർ ഒന്നുകിൽ സ്വർഗീയാരാമമാണ്, അല്ലെങ്കിൽ നരകക്കുണ്ടാണ്. അതിൽ നിന്ന് ഇറങ്ങിയിട്ടേ വിചാരണ തന്നെയുള്ളൂ. എന്നിട്ടേ നല്ലവർക്ക് സ്വർഗമുള്ളൂ, ദോഷികൾക്ക് ഒന്നുകിൽ നരകം കിട്ടണമെങ്കിൽ അതേ ഉള്ളൂ. അപ്പൊ ഖബറിലെ ജീവിതം വല്ലാത്ത പ്രയാസകരമാണ്. ഖബർ കണ്ടാൽ കരയുന്നവരായിരുന്നു സഹാബത്ത് മുത്തുനബിയും ഒക്കെ. അപ്പൊ ആ ഖബറിലെ വളരെ ഇടുങ്ങിയ അവിടുത്തെ ഒരു ജീവിതം, ഇനി നല്ല ശിക്ഷിക്കപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ പോലും സ്വർഗത്തിലെത്തുന്ന ഒരു ജീവിതം എന്ന് പറയുന്ന ഖബർ ജീവിതത്തിൽ കോടാനുകോടി സൗകര്യങ്ങളും ഗുണത്തിലുമാണല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ പോലും ഖബറിലെ ജീവിതത്തിന്റെ ടൈം ഒന്ന് കുറഞ്ഞു കിട്ടണമെങ്കിൽ ഉമ്മത്തുകളിൽ അവസാനത്തപ്പെട്ടവരാകണം. അപ്പൊ നമ്മൾ പൊതുവെ ഈ സൈസ് ചിന്ത അല്ലാതെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വേറെ ലെവലിലേക്ക് പോകാം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴോ ആ ഉമ്മത്തിന്റെ വലിയ മഹത്വവും പവിത്രതയുമായി ലഭിക്കും. ഇതും നമുക്ക് ലഭിച്ച ആര് കാരണത്താലാണ്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലത്താലാണ്. എന്നിട്ടോ അറഫാ ദിനം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. 2 കൊല്ലത്തെ പാപങ്ങൾ, വരാൻ പോകുന്ന ഒരു കൊല്ലത്തെയും കഴിഞ്ഞു കിടന്ന കൊല്ലത്തെയും പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു നോമ്പ്, അങ്ങനത്തെ ശ്രേഷ്ഠത നൽകുന്ന ഒരു നോമ്പ് ഈ ഉമ്മത്തിനല്ലാതെ വേറാക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. അതുപോലെ സ്വലാത്തുൽ ഖൗഫ്, അതുപോലെ തന്നെ ബാങ്കും ഇഖാമത്തും, അതൊക്കെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അത് നബി അലൈഹി സ്വലാം പറയുന്ന മറ്റൊരു കേസുണ്ട്. അതെന്താണെന്നറിയോ? ഫിൽ ജന്ന, സ്വർഗത്തിൽ വെച്ചായിരുന്നു. തെറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും മൂപ്പരോട് അള്ളാഹുവിനോടുള്ള ഇതുകൊണ്ടും അള്ളാഹുവിന്റെ ബഹുമാനം കൊണ്ട് പറയാണ്. ആദം നബി അലൈഹി സ്വലാം മറന്നുകൊണ്ടായിരുന്നു ആ പഴം കഴിക്കാൻ ഒരുങ്ങിയതെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മറവിയുടെ പേരിൽ വന്നാൽ ഒരാളെ ശിക്ഷിക്കാൻ പറ്റൂ, എങ്കിലും ആദം നബിക്ക് മറക്കാൻ പാടില്ലായിരുന്നു, എന്റെ നബിയല്ലേ എന്നതാണ് അവിടുത്തെ ഒരു. ഏതായാലും ശരി, സ്വർഗത്തിൽ വെച്ചായിരുന്നു ഞാൻ ആ കാര്യം ചെയ്തത്. ഫഖറജനി മിൻഹാ, ആ സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ കിടക്കുന്ന എന്നെ അവിടെ നിന്ന് അല്ലാഹു തആല എടുത്തെറിഞ്ഞു. 7 ആകാശത്തിന്റെ പിള്ളി 5, പിന്നെ 6, 5, ഇങ്ങനെ ചുരുക്കത്തിൽ ഭൂമി വരെ മലക്കുകളെ കൊണ്ട് എന്നെ ആദരിച്ചു കൊണ്ട് നടന്നതാണ്. മലക്കുകൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് നടന്നവരാണ്, എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് എനിക്ക് ഖാദിമീങ്ങളായി നിന്നവരാ. റബ്ബനോടൊരു ചെറിയ നിലയിൽ അള്ളാഹു ഒരു ടെസ്റ്റ് നടത്തിയപ്പോഴത്തേന് അവരെന്നെ എടുത്തെറിഞ്ഞു അവിടുന്ന്.
പക്ഷേ ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് യഅസൂന ഖാരിജൽ ജന്ന, സ്വർഗത്തിന്റെ പുറത്ത് വെച്ചവര് തെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫയുദ്ഖിലൂനഹാ ബിത്തൗബാ, അവരുടെ തെറ്റ് അല്ലാഹു തആല കുറ്റം അവര് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തു കഴിയുമ്പോ അനുഗ്രഹീത സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്തുന്നുണ്ട്. അപ്പൊ ആ തെറ്റ് ചെയ്ത ആളുകൾ സ്വർഗത്തിന് പുറത്തു വെച്ചാണ് തെറ്റ് ചെയ്തത്, അവരെ പിടിച്ച് സ്വർഗത്തിലേക്ക് ഇട്ടുന്നു. സ്വർഗത്തിൽ കിടന്ന എന്നെ സ്വർഗത്തിൽ നിന്ന് പറിച്ചു സ്വർഗം അല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി. ഇത് എനിക്ക് അല്ലാഹു തആല തന്നില്ല, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് കൊടുത്ത വലിയ ബഹുമാനമാകുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്. ഇങ്ങനെ ഇതൊക്കെ നമ്മളൊന്ന് കേട്ടുകളയലല്ല വേണ്ടിയുള്ളത്, കേട്ടുകളയലല്ല, മറിച്ചോ വലിയ വലിയ ബഹുമാനവും ആദരവും ഉള്ള നമുക്ക് തന്നതിന്റെ നന്ദി. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാണോ, നിങ്ങൾ നന്ദിയുള്ളവരാണോ, നിങ്ങൾക്ക് ഞാൻ ഏറ്റി തരുമെന്നാണ്. നിഅമത്തുകൾ, ഈമാൻ, തഖ്വ, മഹബ്ബത്ത്, റിസ്ഖ് എല്ലാം ഏറ്റി തരുമെന്ന്. നന്ദി ഇല്ലെങ്കിലോ അല്ലാഹു തആല തന്നതിനെ അള്ളാഹു എടുത്തു മാറ്റും. ആഫിയത്ത്, ആരോഗ്യം, സ്വത്ത്, സന്തോഷം, സ്നേഹം, ഇഷ്ടം, ഈമാൻ, തഖ്വ, ഇത് മുഴുവൻ അള്ളാഹു എടുത്തു മാറ്റി കളയും. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. അപ്പൊ ലോകാനുഗ്രഹിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ വരുമ്പോഴെങ്കിലും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് ലഭിച്ച മഹത്തായ അനുഗ്രഹത്തിനെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് നമ്മളൊന്ന് നന്നാകാൻ വേണ്ടിയുള്ള സമയമാണ്. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറയുകയാണ്. മറ്റൊരു പ്രത്യേകത നമുക്ക് പറയുകയാണെങ്കിൽ സൂറത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒരു ഊതലൂതുമ്പോൾ ലോകം മുഴുവനും നശിക്കുകയും പിന്നെ അള്ളാഹ് നിശ്ചയിക്കുന്ന സമയത്ത് മറ്റൊരു വെള്ളിയാളം ഊതലെന്ന് പറയുന്നു. അതുണ്ടാകുമ്പോൾ ഖബറിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുകയും ചെയ്യും. ഇതിൽ ആദ്യം പുനർജന്മം നൽകപ്പെടുന്നത് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ആദം നബിയുടെ ഉമ്മത്ത് ഖബറിൽ കിടപ്പുണ്ട്, നൂഹ് നബിയുടെ കിടപ്പുണ്ട്, ഇബ്രാഹിം നബിയുടെ കിടപ്പുണ്ട്. പക്ഷേ ആദ്യമേ ഭൂമി പുലർന്നു വരുന്നത് ഈ ഉമ്മത്തിനാകുന്നു. മറ്റൊരു പ്രത്യേകത അന്നഹും യുഹ്ശറൂന ഉറം മുഹജ്ജലീൻ, മുഖവും കൈയും കാലുമൊക്കെ വെളുത്തവരാ, ആര് നോക്കിയാലും സൂര്യൻ ഉദിക്കുന്നത് പോലത്തെ പ്രകാശത്തിന്റെ ഒരു വിഭാഗം ജനങ്ങൾ അവിടെ പരലോകത്ത് വരുന്നു, മഹ്ശറിലേക്ക് വരുന്നു. അമ്പിയാക്കൾക്കാണ് യഥാർത്ഥത്തിൽ ആ വലിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്കും കിട്ടുന്നു. ഏതുമ്മത്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മറ്റുള്ള ഉമ്മത്തുകൾക്ക് അതില്ല കേട്ടോ. അതിനും പുറമേ അന്നഫി വുജൂഹിഹിം സുജൂദി, സുജൂദിന്റെ അടയാളം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ മുഖത്തുണ്ടാകും. വതസ്ആബൈന ഐദിഹിം, സുജൂദിന്റെ അടയാളം ഉണ്ടാകും. ആ സുജൂദിന്റെ അടയാളം വളരെ പ്രത്യേകതയാണ്. കൈകാലുകൾ വെളുത്തതിനു പുറമെ പ്രകാശിക്കുന്ന നിലയിൽ ഒരു അടയാളം എന്തു ചെയ്യും? ഉണ്ടാകും. പ്രകാശം അവരുടെ മുന്നിലും ഉണ്ടാകുന്നതാണ്. അതിനും പുറമെ കിതാബ് എന്ന് പറയുന്നത് വലങ്കയിൽ നൽകപ്പെടുന്ന വിഭാഗവും ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. അതിനു പുറമെ ഏറ്റവും കൂടുതൽ മീസാനിൽ നന്മയുടെ ഭാരം തൂങ്ങുന്ന ആളുകളും ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. അതിനും പുറമെ റഹ്മാൻ, ആദ്യമായി അല്ലാഹു തആല വിചാരണ നടത്തിയിട്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വിടാൻ വേണ്ടിയാണല്ലോ ആദ്യം വിചാരണക്കെടുത്തുന്നതും. ആദ്യം വന്ന ഉമ്മത്തിനെയല്ല, അവസാനം വന്ന ഉമ്മത്തിനെയാണ്. പിന്നെ ഈ ഉമ്മത്താണ് മറ്റുള്ള ഉമ്മത്ത് കടമൽ സാക്ഷിയാകുന്നു എന്നുള്ള വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ കൂട്ടത്തിൽ അത് പറയുന്നില്ല. അതുപോലെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് യമുറൂന അല സിറാത്ത് കർരീഹി അവൽ ബർഖിൽ ഖതഫി. അപ്പോ കൊടുങ്കാറ്റ് വേഗതയിൽ, മിന്നൽ വേഗതയിൽ ആ സിറാത്ത് വിട്ട് കിടക്കും. അതൊരു വല്ലാത്ത വിട്ട് കിടക്കല. 500 കൊല്ലത്തെ വഴിദൂരം ഒരു ഭാഗത്തേക്ക് കയറ്റം, ഇറക്കം, ഉയർച്ച, സമനിരപ്പ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കൊല്ലങ്ങൾ, കോടിക്കണക്കിന് കൊല്ലങ്ങൾ സഞ്ചരിക്കേണ്ട ആളുകളുണ്ട് ആ സിറാത്തിലൂടെ ജഹന്നമിന്റെ നിലനാട്ടപ്പെട്ട. എപ്പോഴാ വീണു പോകുന്നത്? അപ്പോഴൊക്കെ ടെൻഷനും വിഷമവും പ്രയാസവും ആണല്ലോ. ഈ ഉമ്മത്തുകൾ
പല ലെവലിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ലെവലാണ് അവർ മിന്നൽ വേഗത്തിലും പോകാൻ പറ്റുന്ന ഒരു കൂട്ടര്, വലിയ കാറ്റ് വേഗതയിൽ പോകാൻ പറ്റുന്നവര്. അത് ഈ ഉമ്മത്തെ പറ്റുള്ളൂ, മറ്റുള്ള ഉമ്മത്തുകൾക്ക് ആ പ്രത്യേകതയിൽ. പിന്നെ അതിനും പുറമെ ഈ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾ, ആ 70,000 ആളുകളുടെ കൂട്ടത്തിൽ മറ്റ് 70,000 ആളുകൾ, ഇവർ സ്വർഗത്തിൽ വിചാരണ കൂടാതെ കിടക്കുന്ന ആളുകളാകുന്നു. ഒരു വിചാരണയില്ല, പാസ്സാണ്, പാസ്, ഒന്നും നോക്കണ്ട, ചെക്കിംഗ് ഇല്ല. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്നും 70,000 നിന്നും ഒരാളോടുകൂടെ 70,000, അങ്ങനത്തെ 70,000, അപ്പൊ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും. ഇത്രയും ആളുകളെ ഒരു വിചാരണയുമില്ലാതെ എക്കാലത്തേക്കും സന്തോഷിക്കുന്ന സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി അല്ലാഹു തആല നൽകുന്ന ഒരു പ്രത്യേകതയും ഒറ്റ ഉമ്മത്തിനുമില്ല, ഈ ഉമ്മത്തിനേ ഉള്ളൂ എന്നതും ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതിനും പുറമെ മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്ന ഒരു വിഭാഗം, അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നു, മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നു. ആരുടെ പേരിൽ? റസൂലുള്ളാഹിന്റെ പേരിൽ ചെല്ലുന്നു. റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലി എന്ന കാരണത്താൽ അള്ളാഹു നമ്മുടെ പേരിൽ ചെല്ലുന്നു, മലക്കുകളും ചെല്ലുന്നു. നബിയുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു 10 സ്വലാത്ത് അവന്റെ മേൽ ചൊല്ലുമെന്നല്ലേ. അള്ളാഹു ചെല്ലുന്ന 10 സ്വലാത്ത് എന്ന് പറയുന്നത് 10 അനുഗ്രഹമാണ്, പാവം കൊടുക്കലാണ്, സ്ഥാനം കൊടുക്കലാണ്, അങ്ങനെയൊക്കെ ഹാജാത്തുകൾ വീടലാണുണ്ട്. അതിന്റെ വിശദീകരണം വേറെ. എങ്കിലും അള്ളാഹും മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നത് നബിയുടെ പേരിൽ മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ മേലിലുമുണ്ട്. അത്ര വലിയ പ്രത്യേകതയുള്ള ഒരു ഉമ്മത്താണ് ഈ ഉമ്മത്ത്. അതിനും പുറമെ ഈ ഉമ്മത്തില് മുഴുവൻ ആളുകളും കൂടി ഒരു അസത്യത്തിന്റെ മേൽ യോജിക്കുക എന്നതില്ല. കുറെ ആളുകൾ സത്യത്തിന് പേര് എല്ലാവരും കൂടി പിഴച്ചു പോകുന്ന ഒരു പരിപാടിയും ഈ ഉമ്മത്തിന് കിട്ടുന്നത് അല്ല. അതുപോലെ തന്നെ പരിപൂർണമായ നിലയിലും ഈ വിശ്വാസികളായ ഉമ്മത്തുകളെ ഉന്മൂലനാശം ചെയ്യപ്പെടും. ആരൊക്കെ എവിടൊക്കെ തെറ്റ് ചെയ്താലും ഒന്നടങ്കം അങ്ങ് ഉന്മൂലനാശം ചെയ്യുന്ന ഒരു പരിപാടിയും ഈ ഉമ്മത്തിന്റെ മേലിൽ ഇല്ല. അതിനും പുറമെ ഈ ഉമ്മത്തിന് 5 നേരത്തെ നിസ്കാരം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ലോകത്തൊരു പ്രവാചകന്മാർക്കും 5 നേരത്തെ നിസ്കാരം ഒന്നിച്ച് നൽകിയിട്ടില്ല. പലർക്കും അത് ഈ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ. അതൊക്കെ വിശദീകരിക്കാനുള്ളതാണ്. വിശദീകരിക്കുമ്പോൾ ടൈം പോകുക എന്നുള്ള വിഷയത്തിലാണ് വിശദീകരണത്തിലേക്ക് പോകാത്തത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 1000 മാസത്തെക്കാൾ പുണ്യമേറിയ ഒരു രാത്രി വിശുദ്ധ റമളാനിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും ആകട്ടെ, റമളാനിലാണ് എന്നാണല്ലോ പ്രബല അഭിപ്രായം. ആ ലൈലത്തുൽ ഖദ്ർ ഒരൊറ്റ രാത്രിയുടെ ഒരല്പസമയം 1000 മാസക്കാലം ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠതയാക്കിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരു ഉമ്മത്തും ഈ ഉമ്മത്ത് തന്നെയാണ്. വിശുദ്ധ റമളാനിന്റെ നോമ്പ് അള്ളാഹു തആല നൽകിയത് ഈ ഉമ്മത്തിനാണ്. മറ്റുള്ളവർക്ക് നോമ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ റമളാൻ മാസത്തിലല്ല, അല്ലാത്ത പല സ്ഥലങ്ങളിലുമാണ്. അതുപോലെ തന്നെ സ്വർഗം എന്ന് പറയുന്നത് അണിഞ്ഞൊരുങ്ങുക, അത് ഈ വിശുദ്ധ റമളാൻ പ്രമാണിച്ചും കൊണ്ട് അല്ലാഹു തആല ശൈത്താന്മാരെ ചങ്ങലക്കിട്ട് കടലിലേക്ക് എറിയ വലിയ മോട്ട് കാണിക്കുന്ന ശൈത്താന്മാരെ ഇതും മുൻകാലത്ത് അല്ലാഹു നടത്തിയില്ലായിരുന്നു, ഈ ഉമ്മത്തിനാ നടത്തിയത്. അതുപോലെ തന്നെ മലക്കുകൾ എന്തു ചെയ്യും? നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് വേണ്ടി നോമ്പ് തുറക്കുന്നത് വരെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേ ഇരിക്കും. സുബ്ഹാനല്ലാഹ്, അതും ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. എന്നിട്ടോ അറഫാ ദിനം എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ടല്ലോ, 2 കൊല്ലത്തെ പാപങ്ങൾ, വരാൻ പോകുന്ന ഒരു കൊല്ലത്തെയും കഴിഞ്ഞു കിടന്ന കൊല്ലത്തെയും പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു നോമ്പ്, അങ്ങനത്തെ ശ്രേഷ്ഠത നൽകുന്ന ഒരു നോമ്പ് ഈ ഉമ്മത്തിനല്ലാതെ വേറൊരാൾക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. അതുപോലെ സ്വലാത്തുൽ ഖൗഫ്, അതുപോലെ തന്നെ ബാങ്കും ഇഖാമത്തും, അതൊക്കെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ നിസ്കാരത്തിന് വേണ്ടി ഉമ്മത്ത് സഫ് കെട്ടുന്നത് മലക്കുകളുടെ സഫ് പോലെയാണ് എന്നാണ്. നിസ്കാരത്തിന് വേണ്ടി ഉമ്മത്തുകൾ സഫ് കെട്ടുന്നത് മലക്കുകൾക്ക് അല്ലാഹു തആല സഫ് നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ യാത്രകളിലോ പോകലിൽ, അവരുടെ നിസ്കാരങ്ങൾ കാര്യങ്ങളിലോ ഒക്കെ പലതിലും ഉണ്ടാകാം. പലതും പല ലെവലാണ്. മലക്കുകളുടെ സഫ് പോലെ വളരെ ആ നിലയിൽ ഇങ്ങനെ അങ്ങോട്ട് സുജൂദ് ചെയ്യാൻ പറ്റിയ ഇടം വെട്ട് മടമ്പുകാലൊക്കെ ഒപ്പിച്ച് തോളോട് തോള് ഒരുമിക്കൊണ്ട് ആര് നോക്കിയാലും വളരെ എന്താ ഒരു പട്ടാളച്ചിട്ട പോലെ വല്ല അച്ചടക്കത്തോടെ നിൽക്കുന്ന ഈ പരിപാടി. 2 മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും
എന്ന് പറയുന്ന ഈ സലാമിന്റെ പരിപാടി സുന്നത്താക്കി കൊടുത്തിരിക്കുന്നു ഈ ഉമ്മത്തിന്. അള്ളാന്റെ പേരാണ് സലാം എന്ന് പറയുന്നത്. അത് ഈ ഉമ്മത്തിനുള്ള വെച്ചും കൊടുത്തിട്ടുണ്ട്. അതൊരാളെ കണ്ടുമുട്ടുമ്പോൾ പറയൽ ഒരു സുന്നത്തായ നിലയിൽ വെച്ചിരിക്കുന്ന ഈ ഉമ്മത്തിനുള്ളതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ യുദ്ധം ചെയ്ത് ശത്രുക്കളിൽ നിന്നും സ്വത്തുക്കൾ പിടിച്ചെടുക്കുമ്പോൾ ആ യുദ്ധ മുതലിനെ മറ്റുള്ളവർക്ക് അങ്ങനൊന്നും അല്ലായിരുന്നു. നമുക്കത് എടുക്കാം, ഉപയോഗിക്കാം. ഓഹരി ചെയ്ത് കഴിയുമ്പോൾ എടുക്കാം, ഉപയോഗിക്കാം. അത് നേട്ടമായിരുന്നു. മറ്റുള്ള ഉമ്മത്തുകൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നിസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ള ഉമ്മത്തുകൾക്ക് പള്ളികളിൽ പോയി തന്നെ ചെയ്യണമായിരുന്നു. പക്ഷേ ഈ ഉമ്മത്തിന് അള്ളാഹ് അങ്ങനെ നിയമം വെച്ചിരുന്നെങ്കിലോ എന്തായിപ്പോയേനെ? ഇത് ഭൂമിയിൽ എവിടെയും വീടുകളിലും ഒക്കെയും വാഹനപ്പുറത്തും വഴിയിലുമൊക്കെ ശുദ്ധി, അതിന്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അനുവാദിക്കപ്പെട്ടു. അവിടെ പള്ളിയാട്ട് എടുക്കപ്പെട്ടില്ലെങ്കിലും അങ്ങനതും ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. വല്ലാത്തൊരു നിഅമത്താണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ ഇജ്മാ എന്ന് പറയുന്നത് തെളിവുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായൊരു തവാവ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുള്ള ഉലമാക്കുള്ള ഒരു വിഷയം എതിർപ്പില്ലാതെ ഐക്യകണ്ഠേന ഇങ്ങനാണെന്നൊരു നിയമം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന തെളിവുകളുടെ ഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ തെളിവാണത്. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്താകുക, ഒരു നജസുകളൊക്കെ സംഭവിക്കുന്ന സ്ഥലങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം ഈ ഉമ്മത്തിനില്ല. അതുപോലെ തന്നെ തൗബ ചെയ്യണമെങ്കിൽ മുൻകാലഘട്ടത്തിൽ എന്ത് ചെയ്യുക, സ്വന്തം ശരീരത്തിനെ തന്നെ കൊന്നുകളയുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതും ഈ ഉമ്മത്തിനില്ല. അതുപോലെ തന്നെ മറന്നുകൊണ്ട് തെറ്റ് ചെയ്താലും പിഴച്ച് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ മറ്റുള്ള ഉമ്മത്തുകൾക്കുണ്ടായിരുന്നു. ഈ ഉമ്മത്തിൽ നിന്നും മറവിയും പിഴവിനാലുണ്ടാകുന്ന അല്ലാഹു തആല എടുത്തുമാറ്റി കളഞ്ഞിരിക്കുന്നു. എത്ര വലിയ നിഅമത്താണ് സഹോദരങ്ങളെ അത്! ഓരോ ദിവസം എത്ര നിഅമത്തും സന്തോഷം ശുക്റുമാണ് നമ്മൾ ചെയ്യാനുള്ളത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ഇനി പറയാൻ ഇൻഷാ അല്ലാഹ് ധാരാളമുണ്ട്. ഇപ്പൊ തന്നെ അരമണിക്കൂറിനപ്പുറം ക്ലാസ് നീളണ്ടാന്ന് വിചാരിച്ചും കൊണ്ട് ഞാനിത് കൂടുതൽ പറയുന്നില്ല. ഇത് തന്നെ ഇനി എത്രയോ എടുക്കാനുണ്ട്. പക്ഷേ ഇനി നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയിലേക്കല്ല, അസ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നേരിട്ട് തന്നെ നമ്മൾ വിഷയങ്ങളിലേക്ക് അങ്ങ് തിരിയുകയാണ്. മഹബ്ബത്തും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ശരിക്കും നമുക്ക് പഠിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഏറ്റവും വലിയ ഉത്തമ ഉമ്മത്താണേ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ പ്രഖ്യാപനത്തിന്റെ അർത്ഥതലങ്ങളാണ് ഇന്നത്തെയും ക്ലാസ്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവനും നമുക്ക് കിട്ടിയത് ലോകാനുഗ്രഹി മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായി ഉമ്മത്തിൽ പെട്ടു എന്ന കാരണം കൊണ്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ആ ഹബീബിനോട് മഹബത്ത് വെക്കുകയും അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾ സമ്മേളിക്കണം. എല്ലാവരുടെ വീടുകളിലും മൗലിദുകൾ ചൊല്ലി ആ ഹബീബിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയും അത് മുഖേന നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തവും റസൂലുള്ളാഹിന്റെ പൊരുത്തവും ലഭിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. മൂസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിൽ പെടാൻ കൊതിച്ച സംഭവങ്ങൾ ഇതുപോലെ ഒരു അരമണിക്കൂർ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിലാക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എച്ച് ഇമാമുദ്ദീൻ ഉമരി, കൊല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസുകൾ പരമാവധി മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അള്ളാഹു തൗഫീഖ് ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മനുഷ്യന് നന്നാകാൻ കഴിയുമല്ലോ എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.